സമ്പ്രദായം ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. ഞാൻ കാണുന്ന വാതിലില്ലേ, അത് മണിച്ചിത്രത്താഴിന്റെ കൊട്ടാരവാതിലല്ല. അത് ശരിക്കും അറയിലേക്ക് കടന്നു പോകാനുള്ള എന്താ പറയാ, കൊച്ചി രാജാവിന്റെ വിശ്രമ സങ്കേതവും ഞാൻ പറഞ്ഞു കേട്ടെടുത്തോളം അന്തർജനങ്ങൾക്ക് കാണാൻ പാകത്തിന് വേണ്ടിയിട്ടുള്ള അന്തർജനങ്ങളുടെ ഒരു സ്ഥലമായിരുന്നു എന്നാണ് കേട്ടിരിക്കുന്നത്. കൃത്യമായിട്ട് നമുക്കറിയില്ല. എന്നാലും വളരെ പൗരാണികതയും രാജകീയ പ്രൗഢിയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പൂമുഖം വളരെ മനോഹരമായിരിക്കും. ഇതാണ് നമ്മൾ പറഞ്ഞ പൂമുഖത്തിൻ്റെ ഉള്ളിലുള്ള അന്തർജനം താമസിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള മനോഹരമായൊരു സ്ഥലം. എൻ്റെ പുറം ഭാഗം പിന്നെ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിലൊരു അറയുണ്ടെന്നാണ് പറയണത്. ആ അറയുടെ ഉള്ളിൽ കൂടെ ഇപ്പോൾ ശത്രുസൈനൊക്കെ ആക്രമിക്കാൻ വരുമ്പോൾ ഇതിൻ്റെ അവിടെ നിന്ന് പോകണം കേട്ടോ, ഈ ഡോറിൻ്റെ അവിടെ നിന്നൊക്കെ പോകണം. അതിൻ്റെ ഉള്ളിലേക്ക് നടന്നു പോകുമ്പോൾ നമുക്കിപ്പോൾ അത് തുറന്ന് തരില്ല, അവർ അവൈലബിൾ അല്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ ഒരു അറയുണ്ട്. ഈ അറ ചെന്നെത്തുന്നത് കൊച്ചി കായലിലെന്നൊക്കെയാണ് കേട്ടറിവ്. ഭയങ്കര ഒരു നിഗൂഢതകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമായിട്ടാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുക. വളരെ മനോഹരമായൊരു സ്ഥലമാണ്. ഇതിൻ്റെ പുറം ഭാഗം കാണുവാണെങ്കിൽ ഇങ്ങനെ നാലുകെട്ട് പോലെയൊക്കെ കണ്ടോ, വളരെ വളരെ മനോഹരമായിട്ട്. അപ്പം ഇതിൽ വിദ്യാലയത്തിൻ്റെ കണ്ട ചതുരക്കട്ടയുടെ വ്യാപ്തത്തിൻ്റെ ഇക്വേഷനൊക്കെയാണ് എഴുതി വെച്ചിരിക്കുക. അപ്പം അത് വിദ്യാലയമായതുകൊണ്ട് അതിൻ്റെതായ സാധ്യതകൾ അവർ ഉപയോഗപ്പെടുത്തിയിട്ട് ഞങ്ങൾ 3 പേരുമാണ് അധ്യാപക പരിശീലനത്തിൽ പങ്കെടുക്കുന്ന യാത്രാ ടീം. ഇത് ഞങ്ങൾ ശ്രീമൂലം തിരുനാളുടെ ഊട്ടുപെരയുടെ പിറകുവശത്തോടെയാണ് പോകുന്നത്. കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ, കുഞ്ഞു വാതിലുകളും പണ്ടത്തെ ജനലകളും. ഞാൻ മനോഹരമായ കിണർ, പണ്ട് വെള്ളം കോരിയിരുന്ന ഇന്നൊന്നും കാണാൻ പറ്റാത്ത വിധത്തിൽ ഉള്ള കിണർ കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല. അതാണ് പ്രസിദ്ധമായ കിണർ. ഇവിടെ കാണുന്നില്ലേ നിങ്ങൾ, വെള്ളം കോരാൻ പണ്ട് ഉപയോഗിച്ചിരുന്ന തുടി, രാജകീയ തുടികളാണതൊക്കെ, രാജകീയ തുടികൾ. അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുട്ടി വ്ളോഗ്. ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം. സൈൻ ഔട്ട്.